താങ്കളുടെ ഈ ജോലിയോടുള്ള ഒരു സമീപനം വരുന്നുണ്ട്. അതായത് താങ്കൾ ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. അതാണല്ലോ എന്റെ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെരുവിൽ നിൽക്കുന്ന ഒരു വേശ്യയെ പോലെയാണ്, ആര് വിളിച്ചാലും ഞാൻ അല്ലെങ്കിൽ കടത്തണ്ണലിരിക്കുന്ന സൈക്കിൾ പോലെയാണ്, ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ അത് താങ്കളുടെ തൊഴിലിനോടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ കലയെന്ന് പറയുന്നത് അതിനോടൊരു പ്രതിബദ്ധത വേറെ വേണ്ട. അല്ല, ഞാൻ കലയെന്നുള്ള പ്രതിബദ്ധത വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടൂർ ഗോപാലകൃഷ്ണന്റെ പടം മാത്രം അഭിനയിച്ചാൽ മതി, ഈ ബുദ്ധിജീവികളുടെ പടം മാത്രം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ എനിക്ക് കാശ് കിട്ടത്തില്ല, ജീവിക്കണം എനിക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇത് പ്രൊഫഷൻ ആക്കിയ ആളാണ് ഞാൻ. പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷൻ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങിക്കുമ്പോൾ അത് പ്രൊഫഷനായി ആണോ? ഫ്രീ ആയിട്ടല്ല എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. അപ്പൊ ആര് വന്നാലും ഇപ്പൊ ഒരു പുതിയ നവാഗതന സംവിധാനം വരുമ്പം നാളത്തെ സത്യത്രയോ നാളത്തെ ഈ പറഞ്ഞ പോലെ നാളത്തെ പത്മരാജനോ നാളത്തെ ഭരതനോ ഒക്കെ ആവും ഈ ചെറുപ്പക്കാരന് നമുക്ക് എങ്ങനെ ആവില്ല എന്നെങ്ങനെ തീരുമാനിക്കാൻ നോക്കും? ഒരാളുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മുടെ ഒരു സർവീസ് കൊണ്ട് ആ പുതിയ സംവിധായകനോ പുതിയ നിർമ്മാതാവിനോ ഒരു നഷ്ടം വരരുത്. അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്നെ വിളിക്കും. 100% സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ജഗദീഷ് കുമാറിനെ വിളിക്കുന്നത്. അങ്ങനെ ധരിക്കുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ. ഇന്ന ജോലി ഇന്നേരെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് അത് ചെയ്തു തരും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോ ജോലി ഭംഗിയായിട്ട് അതുകൊണ്ട് ചെയ്തു കൊടുക്കുക. പിന്നെ ചിത്രം നല്ലതാണെങ്കിൽ ജനങ്ങൾ കാണും, ആ ചിത്രത്തിന് സാമ്പത്തിക വിജയം കിട്ടും, ആ നിർമ്മാതാവിന് ലാഭം കിട്ടും, ആ സംവിധായകന് പിന്നെയും കുറച്ച് പടങ്ങൾ കിട്ടും. അപ്പൊ ഈ ഘട്ടത്തിലെങ്കിലും താങ്കൾക്ക് ഇനി എന്റെ പ്രതിബദ്ധത ഈ തൊഴിലിനേക്കാൾ ഉപരി ഈ കലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ എത്ര പേര് എനിക്ക് കഥാപാത്രങ്ങൾ വിളിച്ചു തരും? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ പലരും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ചൊപ്പും ചോദിച്ചല്ലോ. ഇനി അങ്ങനെയാണ് എന്റെ അവസ്ഥയെങ്കിൽ ഞാൻ ഈ കലയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കാര്യം നടക്കും. അപ്പൊ താങ്കളെപ്പോലെ ഒരു നടന് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? സുരക്ഷിതത്വം എന്നുള്ളതല്ല, ഈ പറഞ്ഞ പോലെ ഈ ചില ക്ലിക്സ്, ചില ലിങ്കുകള്, അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തിരയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർത്ഥം തിരയുമ്പോൾ ജാതിയും രാഷ്ട്രീയവും ഒക്കെ തന്നെ അർത്ഥം തിരയുമ്പോൾ, അല്ല അത് ജാതിപരമായിട്ട് താങ്കൾക്ക് ഏത് തരത്തിലാണ് വിവേചനം ഉണ്ടായി? ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ജാതീയമായ പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്, രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനോരമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇവിടുത്തെ അന്നത്തെ കാലത്തുള്ളവരെല്ലാം വളരെ ഭയങ്കരമായിട്ട് എന്നെ വിമർശിച്ചിരുന്നു. ഈ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, അവിടെ ജാതിയില്ല മതമില്ല എന്നെല്ലാമൊക്കെ പറയുന്നുണ്ട് അന്ന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പല കാരണങ്ങൾ എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എങ്കിൽ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ജാതിയും അവനവന്റെ രാഷ്ട്രീയവും ഉള്ളിൽ തന്നെ ഉണ്ട്.